എന്താണ് സംഖ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, പൂർണ്ണമാണോ പകുതിയാണോ? അഖിൽമാരാണെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പഹൽഗാം വിഷയത്തിൽ BJP കേസ് കൊണ്ട സമയത്ത് പറഞ്ഞത് ഇന്ത്യയിൽ രാജ്യസ്നേഹം എന്നത് മോദി സ്നേഹം എന്നത് ഭാരത സ്നേഹമായി എന്ന് മാറുമെന്ന് ആശങ്കപ്പെട്ടൊരാളാണ് അഖിൽമാർ. ഇപ്പം ആ കൂട്ടത്തിലേക്കാണ് അഖിൽമാർ ചേരുന്നത്. വ്യത്യാസമുണ്ട് അതിനകത്ത്. ഞാൻ അന്നും പങ്കുവെച്ചത് ഒരു തീവ്ര രാജ്യസ്നേഹിയുടെ പ്രതികരണം തന്നെയായിരുന്നു. അത് മനസ്സിലാക്കാൻ അന്ന് കുറച്ച് നമ്മളെ കേരളത്തിലുള്ള സംഘപരിവാറിൻ്റെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. അതെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചത് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചില്ലാതാക്കുമെന്നുള്ളതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ അത് ഒരു വൈകാരികമായിട്ടാണ് ഞാൻ എടുത്തത്. ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാവാം. എന്താണ് പാകിസ്ഥാൻ നമ്മളുമായി ചർച്ച നടത്തിയെന്നുള്ളത് പെട്ടെന്ന് വൈകുന്നേരം ഒരു വാർത്ത കേൾക്കുന്ന സമയത്തുണ്ടായ ഒരു മാനസിക വിഷമം. അതായത് ഇന്ത്യ പാകിസ്ഥാനെ തകർക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുവന് പെട്ടെന്ന് ഇന്ത്യ പിന്മാറി എന്ന് തോന്നിയതിലെ വിഷമമാണ് സത്യസന്ധമായി പറഞ്ഞാൽ പങ്കുവെച്ചത്. പക്ഷേ പിന്നീട് അമേരിക്ക എന്താണ് ഇന്ത്യയുടെ അടുത്തേക്ക് വരുന്നതും ഈ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ എന്താണ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചതെന്നുള്ളതാണ്. ഇപ്പോൾ മോദിജി തന്നെ ഒരു തവണ പോലും US-ഉമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ ഞാൻ അന്ന് താരതമ്യം ചെയ്ത് അതായിരുന്നു കാര്യം. ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെ മുന്നിലും തലകുനിക്കാൻ പാടില്ല. ഒരു രാജ്യവും പറയുന്ന കേട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറരുത് എന്നുള്ള ഒരു രാജ്യസ്നേഹിയുടെ അഭിപ്രായമാണ് ഞാനവിടെ പങ്കുവച്ചത്. അതേ അഭിപ്രായം എനിക്ക് മാറ്റേണ്ട ഒരു പ്രശ്നം വന്നിട്ടില്ല. കാരണം നിങ്ങൾ നോക്കൂ, എന്താണ് US-ഉമായിട്ട് ഇന്ത്യ പിന്നീട് എടുത്ത നിലപാട്. US എന്ത് പറഞ്ഞാലും ഇവിടെ തീരുമാനിക്കുന്നത് ഇവിടെ തീരുമാനിക്കത്തുള്ളൂ. അവസാനം US ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ചെയ്തിട്ടില്ലല്ലോ. ആ 25% നിന്ന് 18% കുറയ്ക്കുകയല്ലേ ചെയ്തത്. റഷ്യയുടെ കോൺട്രാക്ട് കാണിച്ചു തരാമോ? അതെ. ഇവിടെ രാജ്യത്തെ വിമർശിച്ചാൽ അല്ലെങ്കിൽ മോഡിയെ വിമർശിച്ചാൽ രാജ്യ വിമർശനമായി മാറുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് അഖിൽമാരാണ് അന്ന് ആശങ്കപ്പെട്ടത്. 100%. ആ ആശങ്ക ഇപ്പോഴും ഞാൻ പറഞ്ഞത് ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കും. അതായത് ഞാൻ അന്ന് പറഞ്ഞത് അമേരിക്കയുടെ ഇടപെടലിനെ തുറന്നാണോ ഇന്ത്യ പിന്മാറിയത് എന്നുള്ള എൻ്റെ വൈകാരികമായിട്ടുള്ളൊരു സംശയമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ സംഘപരിവാർ പ്രവർത്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. അവർ എന്നെ വിമർശിക്കും. അപ്പം ഞാൻ അവരോട് തന്നെ ജെന്യുവൻലി പറഞ്ഞതാണ് രാജ്യസ്നേഹവും മോദി സ്നേഹവും നിങ്ങൾ കൂട്ടിക്കെട്ടാൻ പാടില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇപ്പുറത്തേക്ക് വരും. അത് ആ പോയിന്റ് കഴിഞ്ഞു. വിദേശകാര്യ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം പിന്നീട് ലോകത്തിൻ്റെ മുന്നിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ സമ്മതിച്ചു. അതായത് ഇന്ത്യ ആ യുദ്ധത്തിൽ നേടിയ മേൽക്കോയ്മ എന്താണെന്ന് ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ അന്നേരം മോദിക്ക് കൈയടി കൊടുക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് എല്ലാവരും പറയുന്ന കേൾക്കുന്നു റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്ക പറഞ്ഞ് ഇന്ത്യ കേട്ടുന്നു. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണം. അത് കോൺട്രാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മോദിജിക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇല്ല. ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചിട്ട് പൊളിറ്റിക്കലി വരുന്ന ആരോപണത്തിന് നമുക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും? ഇത് അങ്ങനെ ഒരു കാര്യം, അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, എവിടെയാണ് ഏത് പേപ്പറാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞോ? വിദേശകാര്യമന്ത്രി പറഞ്ഞോ? ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പറയുന്ന അമേരിക്കൻ ട്രേഡ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ജപ്പാനും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു രാജ്യങ്ങൾക്കും ലഭിക്കാത്ത ഒരു ആനുകൂല്യമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. വ്യവസായിയായി എനിക്കറിയാം ആ കാര്യത്തിൽ എത്രമാത്രം ബൂസ്റ്റ്. ഇപ്പം ഈ പറയുന്ന തീരുമാനം ഉണ്ടായതിന് ശേഷം ടെക്സ്റ്റൈൽ മേഖലകൾ, ഞാൻ ഉൾപ്പെട്ട ടെക്സ്റ്റൈൽ മേഖലകളിൽ അതിൻ്റെ ഡിമാൻഡ് 10 ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളതാണത്. അമേരിക്കൻ ബയേഴ്സ് ക്യൂ നിൽക്കുകയാണ് ഇപ്പോൾ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അടുത്ത്. അപ്പോൾ അത് ആ ഒരു തീരുമാനം മോശമായിരുന്നെങ്കിൽ അങ്ങനെ നിൽക്കുമോ അത്? അപ്പോൾ ഇന്ത്യയുടെ എക്കോണമി വളരുന്നത് $89 ബില്യൺ നിന്ന് $500 ബില്യൺ വളർന്നൊരു എഗ്രിമെൻറ്റ് പ്രധാനമന്ത്രി മോഡിജിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. നമ്മൾ അതിനെ ചെറുതായിട്ട് കാണുകയല്ല വേണ്ടത്. നമ്മൾ ഇന്ത്യ എന്നും ഇതുപോലെ എങ്ങനെ 6ാം സ്ഥാനത്ത് നിന്ന ഇന്ത്യ 4ാം സ്ഥാനത്തായി 10 വർഷം കൊണ്ട്, എങ്ങനെ ജർമ്മനിയെയും ജപ്പാനെയും അതിജീവിച്ച് 4ാം സ്ഥാനത്തേക്ക് വന്നു? ഈ രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ EU എഗ്രിമെൻറ്റും അമേരിക്കൻ എഗ്രിമെൻറ്റും പ്രാബല്യത്തിലായി കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരുപക്ഷെ 2ാം സ്ഥാനത്തേക്ക് ഉയരും. അതല്ലേ നമ്മൾ നോക്കേണ്ടത്? അതിനെ കുറ്റപ്പെടുത്തി അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയില്ല. ഇതിനകത്ത് ആ എഗ്രിമെൻറ്റിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അവിടെ 0 ടാരിഫ് കിട്ടണമെങ്കിൽ അമേരിക്കയുടെ കോട്ടൺ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-26% അവരുടെ വില കൂടും.
18% കുറച്ച് കിട്ടി 26% വില കൂടിയ എന്തായിരിക്കും? അത് മാത്രമല്ല, ബംഗ്ലാദേശിന് ഈ കോട്ടൺ കിട്ടിയാൽ അതിനെ നൂലാക്കാനോ തുണിയാക്കാനോ അതിനെ ഫാബ്രിക് ആക്കി പ്രോസസ്സ് ചെയ്യാനോ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഇല്ല. അവർ മേടിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഫാബ്രിക്കാണ് മേടിക്കുന്നത്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ മാതിരിയാണത്. ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു വ്യത്യാസം, ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല. അത് ഇന്ത്യൻ ബിസിനസ്സിനെ ബാധിക്കുകയുമില്ല.